നൗഫലിനോട് ഒരു ചോദ്യം. അതായത് നേരത്തെ റവന്യൂ വകുപ്പ് മന്ത്രി വന്നു, വീടിനകത്ത് കയറി പെൻസിൽ കൊണ്ട് മായ്ച്ചു. എനിക്ക് തോന്നിയത് എന്തോ ഒരു കിളി പോയവരാണ് മൂപ്പര് ചെയ്യുന്നത്. വയനാട് മുണ്ടക്കൈ ചുരമല ടൗൺഷിപ്പിൽ ഇന്ന് ചില സംഭവങ്ങൾ നടന്നു. വീടുകളിൽ ഒന്നിൽ ടെറസിൽ നനവുണ്ട് എന്ന വാർത്ത ഇന്നലെ നമ്മൾ കണ്ടതാണ്. നൗഫൽ എന്നയാൾക്ക് അനുവദിച്ച വീട്ടിലായിരുന്നു ഈ ഒരു തകരാറ്. രണ്ടാഴ്ചയായി ശ്രദ്ധയിൽ പെട്ടിട്ട്. കഴിഞ്ഞ രണ്ടാഴ്ച മുന്നേ മഴ ഉണ്ടായിരുന്നു. അപ്പൊ ഇവര് വെള്ളം കെട്ടി നിൽക്കണ്ടായി. അല്ല, ഇതിൽ മാത്രം വെള്ളം കെട്ടി നിൽക്കണ്ടായിരുന്നു. ഇവിടെയും കുറച്ച് വെള്ളം ഉണ്ടായി. പക്ഷെ ഞാൻ എന്നിട്ട് താഴെ പോയി നോക്കുമ്പോൾ അതിന്റെ ഒരു കിനിവ് വരുന്നുണ്ട്. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ, പക്ഷെ അങ്ങനെ വന്നല്ലോ. അങ്ങനെ ഞാൻ എഞ്ചിനീയർക്ക് സംസാരിച്ച് അപ്പോൾ എഞ്ചിനീയർ നമുക്ക് നോക്കാന്നൊക്കെ പറഞ്ഞു. പിന്നെ ഇന്നലെ വന്ന് നോക്കിയപ്പോൾ എഞ്ചിനീയർ വാതിൽ പൂട്ടിയിട്ട് പോയിക്കണ്. അതേപോലെ തന്നെ ഈ ഡോറൊക്കെ നമ്മൾ ബെഡ്റൂമിൻ്റെ ഡോറിൻ്റെ ഒക്കെ സൈഡ് അതൊക്കെ പൊട്ടിക്കണ്. കാണിച്ചു കൊടുക്കുമ്പോൾ ഇവർ അതിനൊരു നല്ല ഒരു വർത്താനമല്ല പറയണത്. ഉളുപ്പുണ്ടടാ ചക്കണക്ക്. ഇല്ല, ഇങ്ങനെ പൊട്ടലില്ല. ഇതെന്ന് പറയുന്നത് എക്സസീവ് ചൂടുള്ളപ്പം ഉണ്ടാകുന്ന ഒരു സിനാരിയോ ആണ്. മിക്കവാറും നമ്മൾ കോൺക്രീറ്റുകൾ ചെയ്യുന്നിടത്തെല്ലാം ഈ ക്രാക്കുകൾ കാണാൻ പറ്റും. നൗഫലിനോട് ഒരു ചോദ്യം. അതായത് നേരത്തെ റവന്യൂ വകുപ്പ് മന്ത്രി വന്നു, വീടിനകത്ത് കയറി പെൻസിൽ കൊണ്ട് മായ്ച്ചു. പൊട്ടന്ന ലോക പൊട്ടനാണ്. പൊട്ടന്ന ലോക പൊട്ടൻ. നൗഫലിന് എന്താ തോന്നിയത് കണ്ടപ്പോൾ? എനിക്ക് തോന്നിയത് എന്തോ ഒരു കിളി പോയവരാണ് മൂപ്പര് ചെയ്യുന്നത്. എനിക്ക് തോന്നിയത് എന്തോ ഒരു കിളി പോയവരാണ് മൂപ്പര് ചെയ്യുന്നത്. കിളി പോയെന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള കിളികളൊക്കെ ഇല്ലേ, അത് മൊത്തം ഇങ്ങനെ വെളിയിലോട്ട് പോണൊരിത്. സാറിന് കാര്യം മനസ്സിലായില്ലേ? അല്ല, സത്യം പറയാം. കാരണം ഈ മാർക്ക് ചെയ്തവിടെ കറക്റ്റ് ലീക്കുള്ളവിടെ മാർക്ക് ചെയ്തവിടെ അത് ഈ ഊരാലുകൾ ഉദ്യോഗസ്ഥന്മാരെന്നെ വന്നിട്ട് മാർക്ക് ചെയ്തത്, അല്ലെങ്കിൽ ഞാനൊന്നുമല്ല മാർക്ക് ചെയ്തത്. ഇത്രയും വിവരമില്ലാത്ത ഒരു മനുഷ്യനെ എന്റെ ലോങ് ലൈഫിൽ ഞാൻ ഫസ്റ്റ് ടൈം കാണാം. ഈ മാർക്ക് ചെയ്തത് ഈ മന്ത്രി വന്നിട്ട് ഈ മാർക്ക് മാത്രം വായിക്കേണ്ട ആവശ്യമുണ്ടോ? വിവരമില്ലാത്ത ടൈലർമാരെ കൊണ്ട് നാട് നിറഞ്ഞു. ഈ വീടിന്റെ ഉടമസ്ഥനാണ് ഞാൻ. ഒരു വാക്ക് മന്ത്രി ചോദിക്കാം. ഒരു അവകാശമല്ലേ, ഒരു അവകാശാണേ. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. ഈ ഉടമക്ക് ഒരു അവകാശം ഉണ്ടല്ലോ. ആ അവകാശം ആ മന്ത്രിക്ക് എൻ്റെ അടുത്ത് ചോദിക്കാം. വിള്ളലൊന്ന് കാണിച്ചു തരുമെന്ന്. ഞാൻ എന്നിട്ട് മേലെ പോയിട്ട് നിങ്ങളെ ഈ മാധ്യമ പ്രവർത്തകർക്കാണ് ഞാൻ അത് കാണിച്ചു കൊടുത്തത്. നിങ്ങൾക്കത് ബോധ്യപ്പെട്ടതല്ലേ? മേലെ വിണ്ടതും അടിയിൽ വിണ്ടതും ആ കിനിവുള്ളതും. താനൊരു മണ്ടനാന്ന് സർവരും പറഞ്ഞിട്ടും തന്നെ മന്ത്രിയാക്കാൻ നേരത്തെ ഞാനത് ചെവിക്കൊണ്ടില്ല. നിങ്ങൾക്കത് ബോധ്യപ്പെട്ടതല്ലേ? മേലെ വിണ്ടതും അടിയിൽ വിണ്ടതും ആ കിനിവുള്ളതും ആ മാർക്കർ മായ്ക്കാൻ എന്താ ഞങ്ങൾ ചെയ്തത്? ഇത്രയും വിഷമത്തോട് കൂടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. കാരണം ഒന്നാമത് ഞാൻ എൻ്റെ കുടുംബത്തിൽ 16 ആൾക്കാർ മരിച്ചതാണ്. എനിക്ക് ഒരു വീട് കെട്ടിയിട്ട്, ഞാൻ സ്വന്തമായിട്ട് വീട് കെട്ടിയിട്ട് ആ വീട്ടിൽ കടന്നുറങ്ങാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടിയില്ല. അതും പോയി. അങ്ങനത്തെ ഒരു വിഷമത്തിലാണ് ഞാൻ ഇപ്പോൾ ഉള്ളത്. പക്ഷെ ഇവിടെ വന്നപ്പോൾ ഈ വീടിന്റെ വിള്ളലും ഇതും കൂടി കണ്ടപ്പോൾ മനസ്സിനാകെ ഒരു വിഷമം. കഷ്ടായി പോയി. വെടിവെച്ച് കൊല്ലണം അതിനെ. മന്ത്രി വിള്ളലല്ല എന്ന് പറഞ്ഞാൽ ഞാൻ എന്താ പറയാ? നിങ്ങൾക്കൊക്കെ അറിയണതല്ലേ ഇത് വിള്ളലാണെന്ന്. ആ തേണ്ടി RDPയുടെ തൊലി ഇരിക്കുകയാണ് ഉത്തമ. സഹിക്കല്ലാതെ എന്ത് ചെയ്യാ? എനിക്കൊരു പൈസ ഇല്ല. അത് അക്കൗണ്ടിൽ നോക്കിക്കോളി. ഇതിൽ വന്നത് എനിക്ക് ആകെ ഒരു അക്കൗണ്ട് ഉള്ളൂ. ആ അക്കൗണ്ട് നോക്കിച്ച് പൈസ ചോദിച്ചോളൂ. ഇനി ഞാൻ എന്താ പറയണ്ടത്? 178 വീടുകൾ നമ്മൾ സാങ്കേതികമായ ദുരന്തബാധിതർക്ക് കൈമാറി കഴിഞ്ഞു സർക്കാർ. ആ പെയിൻ്റടി അടക്കം പൂർത്തീകരിച്ച വീട്ടിലാണ് 2 ഇപ്പോൾ വിള്ളൽ കണ്ടെത്തിയിരിക്കുകയും ഞാൻ ചോദിക്കുന്നത് അതിൽ അവർക്ക് ആശങ്ക പറയുകയും ചെയ്തത്. അവർ പറയുന്നത് വെള്ളം കിനിഞ്ഞിറങ്ങി. ഇന്നലെ ഊരാളുങ്കൽ അക്കാര്യം പറഞ്ഞു ഒരു ക്രാക്ക് ഉണ്ട് എന്ന് അവർ സ്ഥിരീകരിക്കുക കൂടി ചെയ്തു. അത് ഗൗരവതരമല്ലേ? ചുമ്മാ ഇങ്ങനെയുണ്ടോ കള്ളന്മാർ ലോകത്ത്? വെറുതെ ഇങ്ങനെ ഓരോ റൂമിലും കയറി വന്ന് നട്ടാക്കുരുക്കഥ നുണകൾ പറയല ഇവന്റെയൊക്കെ ഹോബി. അല്ല, ആ വളരെ കൃത്യമാണല്ലോ. അതിന്റെ നടുവിൽ കിനിഞ്ഞു വന്ന ഒരു ചെറിയ പാടുണ്ട്. അതിന് ചുറ്റും പെൻസിൽ കൊണ്ട് മാർക്ക് ചെയ്തതാണ്. ക്രാക്കാണ് ഉണ്ടായത് എങ്കിൽ നമ്മൾ
ആ സാധനം കൊണ്ട് ഉരച്ചാൽ അത് പോകില്ല. എന്ത് ഭ്രാന്താണ് ഇയാൾ പറയുന്നത്? ഞാൻ തന്നെ നേരിട്ട് നോക്കിയതാണ്. അവിടെ ചുറ്റും വരയ്ക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇതിവർക്ക് ഔപചാരികമായി പട്ടയവും രേഖകളുമാണ് നമ്മൾ കൈമാറിയത്. വീടിന്റെ താക്കോൽ സാങ്കേതികമായ കൈമാറ്റം മാത്രമേ ഉള്ളൂ. ഒടുവിൽ കുറ്റസമ്മതം നടത്തി അല്ലേ? അതിനകത്ത് 178 പേരുടെയും പെയിന്റ് അടിച്ച വീടുകൾക്കകത്ത് കിഫ്കോണും അതുപോലെ തന്നെ ഊരാളുങ്കലും സംയുക്ത പരിശോധന നടത്തിയതിനു ശേഷം വീട്ടുകാരെ കൂടി ഒപ്പം ചേർത്ത് പരിശോധിച്ചാണത് ഔപചാരികമായി കൈമാറാൻ. വെറും വാഗ്ദാനം കിട്ടുകയില്ല. അതുകൊണ്ടാണ് ഔപചാരികമായി കൈമാറിയാൽ അവർക്ക് ദിനപത്തയും വീടിന്റെ വാടകയും കൊടുക്കാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് വീടിന്റെ വാടകയും ദിനപത്തയും അതുവരെ കൊടുക്കണം എന്നുള്ളത് കൊണ്ട് അവരോട് ഞങ്ങൾ ചോദിച്ചു, ഈ 10, 15, 28, 50 വീട്ടുകാർക്ക് മാത്രമായി മാറേണ്ടതുണ്ടോ? അവർ ഞങ്ങളോട് പറഞ്ഞു, ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുമിച്ച് മാറിയാൽ മതി. അവർ തന്നെ പറഞ്ഞ കാര്യമാണ്, ഒരുമിച്ച് മാറിയാൽ മതി. നിന്നെ സമ്മതിക്കണം, നിന്റെ വായിൽ എങ്ങനെയാടാ ഇത്രയും പെട്ടെന്ന് ഇത്രയും വലിയ നുണകൾ വരുന്നേ? ഇന്നൊരാൾക്ക് മാറണം എന്ന്, ഈ പൊടിയും ഒക്കെ ഉള്ള സാഹചര്യത്തിൽ മാറണം എന്ന് പറഞ്ഞാൽ ഇന്ന് കിഫ്കോണും ULCCയും അവരും കൂടി പരിശോധന നടത്തി കയറാവുന്നതേ ഉള്ളൂ. ഒന്ന് പോവാണ്ട് അവിടെ നോണെങ്കിൽ കേൾക്കാൻ നല്ല രസമുണ്ട്. താഴെ നിന്നാണ് സാൻഡ് പേപ്പർ വെച്ച് വരച്ചത്. മുകളിൽ ട്രീറ്റ്മെന്റ് മേൽക്കൂരയിലടക്കം അതിന്റെ പാടുകളുണ്ട്. അത് മാത്രമല്ല അവിടെ നിന്ന് വെള്ളം താഴ്ന്ന് കിരിഞ്ഞിറങ്ങുന്ന കാര്യം ഉണ്ട് എന്നുള്ളത് സ്ഥിരീകരിക്കപ്പെടുന്നില്ല. അല്ല, ഞാൻ പറഞ്ഞത് വളരെ ക്ലിയർ ആണ്. ഇതിന്റെ ആ വീടിന്റെ മുകളിൽ നിന്ന് വെള്ളം കിനിഞ്ഞിറങ്ങാൻ പാടില്ലാത്ത വിധമുള്ള നടപടിക്രമങ്ങൾ തീർന്നിട്ടില്ല. എടാ എൽദോ, നീ എവിടെയെങ്കിലും ഉറച്ചു നിൽക്കടാ നായിന്റെ മോനെ. അതല്ല, ഞാൻ മറ്റത്തിലല്ല റോബിന്. ചോർച്ച എന്ന വാക്ക് എന്റെ നാവിൽ നിന്ന് തന്നെ ആവർത്തിക്കണം എന്ന് നിർബന്ധമുണ്ടെങ്കിൽ, പക്ഷെ എന്റെ നാവ് അങ്ങനെ വാടകയ്ക്ക് കൊടുക്കാൻ അല്ല. ഞാൻ പറഞ്ഞോട്ടെ, ഞാൻ ഒരാളായിട്ട് ചോദിച്ചാ, ഏത് മീഡിയയാണ്? റിപ്പോർട്ടറാണ്. നമ്മുടെ പാർട്ടിയെ നമ്മൾ തന്നെ വിമർശിക്കരുത്, അതും ഇന്നത്തെ ചുറ്റുപാട്. നിങ്ങൾ കരുതുന്ന ക്രാക്ക് എന്ന വാക്ക് ഉപയോഗിക്കാൻ പറ്റിയൊരു സാധനമല്ല, അത് കിനിഞ്ഞിറങ്ങലാണ്. ഇനി അവിടെ കിനിഞ്ഞിറങ്ങൽ ഒരു പ്രശ്നമാണെങ്കിൽ തീർത്ത് ആ വീടിന്റെ ഉടമസ്ഥന് കൊടുത്തതിന് ശേഷം, വീണ്ടും നിങ്ങൾ ഇവിടെ ഉണ്ടല്ലോ, പരിശോധിച്ചൊരു ക്രാക്ക് ഉണ്ടായാൽ ULCC തന്നെ പൂർത്തീകരിച്ച് തരേണ്ടി വരും, അല്ലാതെ പണം കൊടുക്കില്ല. ബാക്കി 375 വീടുകളെ കുറിച്ചല്ല പറയുന്നത്. ഇപ്പൊ ചോദ്യം വന്നിരിക്കുന്നതും വാർത്തയാവാനും കാരണം 375 വീടുകളുണ്ട്. അല്ല, ആ 178 വീടുകൾ നമ്മൾ സാങ്കേതികപരമായി കൈമാറി എന്നതാണ്. അത് പെയിന്റ് അടക്കം അടിച്ചു കൊടുത്തു. അവിടെയാണ് ഈ ക്രാക്ക് വന്നത് എന്നുള്ളത് മാത്രം. ഇനി രക്ഷയില്ല. തിന്ന ബിരിയാണി പോലും ദഹിച്ചു പോയി. ഞങ്ങളാരും പറഞ്ഞതല്ല, ആ വീട്ടുകാരൻ പറഞ്ഞു ഇവിടെ വിള്ളലുണ്ട്. അത് ഊരാലുങ്കലിന്റെ ആൾക്കാർ വന്ന് മാർക്ക് ചെയ്തതാണ്. അപ്പൊ ഇവർ തമ്മിൽ നേരത്തെ ഒത്തിട്ടുള്ള പരിപാടിയാ. ഏതാ ഇത് മാർക്ക് ചെയ്ത് വെക്കുമെന്ന് നേരത്തെ പറഞ്ഞു വെച്ചു, മാർക്ക് ചെയ്ത് വെച്ചു, എന്നിട്ട് വന്ന് വായിച്ചു കളഞ്ഞു. അതല്ലേ യാഥാർത്ഥ്യം. ഒരുമാതിരി കുത്തന വർത്താനം പറയരുത്. സർക്കാരിന്റെ കാശുകൊണ്ട് പണിഞ്ഞ വീടിന് വിള്ളൽ വന്നിട്ട് ഞങ്ങൾ ചോദ്യം ചെയ്യുമ്പോൾ എന്ത് ധാർമ്മികത CPM-നുള്ളത്? എന്ത് ധാർമ്മികത? ഇത് പറയാൻ ഉളുപ്പുണ്ടോ? നാണമുണ്ടോ? മര്യാദയുണ്ടോ? കാരണം ഞങ്ങളുടെ പണം, ഇവിടുത്തെ ജനങ്ങളുടെ പണം, ഇവിടുത്തെ പാവപ്പെട്ടവന്റെ പണം, ഇവിടുത്തെ കർഷക തൊഴിലാളിയുടെ പണം എടുത്ത് ഇവിടെ വീടുകൾ ഉണ്ടാക്കി, ഇവിടെ കർണാടക ഗവൺമെന്റ് ഉൾപ്പെടെ രൂപ കൊടുത്തിട്ടുണ്ടല്ലോ, ഇന്ത്യയിലെ മൊത്തം ജനങ്ങൾ കൊടുത്തിട്ടുണ്ടല്ലോ, ലോകമെമ്പാടുള്ള മലയാളികൾ കൊടുത്തിട്ടുണ്ടല്ലോ. ആ മലയാളികൾക്ക് വേണ്ടി ഞങ്ങൾ ചോദിക്കുന്നത്, എന്താണ് ഈ സർക്കാർ കാണിച്ചത്? ചോദിക്കാൻ ഞങ്ങൾക്ക് അവകാശമുണ്ട്, ഞങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കും.